angular velocity. Angular velocity. What is meant by angular velocity? Suppose you have a point particle. You have a point particle which is moving along a circular path. You have a point particle which is moving along a circular path. This is a circle. This is a circle whose radius is this much, say capital R, and the center of the circle is O. At a particular instant of time, let the particle be at P. P എന്നുള്ള സ്ഥലത്തായിരുന്നു പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് പാർട്ടിക്കിൾ. P എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പാർട്ടിക്കിൾ. After some time, the particle reaches at Q. The particle reaches at Q. This is also the radius of circle. So, the particle, point particle, is moving in a circular path with the center at O and radius R. At t equal to 0, particle is at P. T is equal to delta t. After a small interval of time, delta t, particle is at Q. Let the angle swept out by the radius vector. Angle swept by a radius vector is delta theta. പാർട്ടിക്കിൾ പിയിൽ നിന്ന് ക്യൂവിൽ എത്തുമ്പോൾ ഈ റേഡിയസ് വെക്ടർ ഒരു ആംഗിൾ സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ സ്വീപ്പ് ചെയ്ത ആംഗിൾ ആണ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ തീറ്റ ഈസ് കോൾഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ തീറ്റ ഈസ് കോൾഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. PQ is equal to ഡെൽറ്റ എക്സ്. ഈ ദൂരത്തിനെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാൻ കരുതുക. ഡെൽറ്റ എക്സ് is called linear displacement of the problem. Linear displacement. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. t ഈക്വൽ ടു 0 അത് പിയിലാണ്. ഒരു ഡെൽറ്റ ടി സമയം കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്കിൾ ക്യൂവിലെത്തി. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് r ആണ്. ഈ പിയിൽ നിന്ന് ക്യൂവിലെത്തുന്ന സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്ത ലീനിയർ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സും, അപ്പോൾ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്ത ആംഗിൾ ഡെൽറ്റ തീറ്റയാണ്. ഓക്കെ, then you have a famous relation angle equal to arc by radius. ഇത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. Angle equal to arc by radius. This implies here angle is delta theta, arc is delta x divided by radius is r. Radius is r. Okay. Now you can divide it with the time. Delta theta by delta t is equal to delta x by r into delta t. Divide both sides with the delta t. Divide both sides with the delta t. Now delta theta by delta t. Delta theta by delta t. You can take a limit also. Both sides നിങ്ങൾ ഒരു ലിമിറ്റ് എടുക്കുക. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി is equal to 1 by r into r is a constant. Limit delta t tends to 0. Delta x by delta t. What is delta theta by delta t? Angle described in unit time ആയിരിക്കും. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എത്ര സമയം കൊണ്ട് കറങ്ങിയതാണ്? ഡെൽറ്റ ടി സമയം കൊണ്ട്. അങ്ങനെയാണ് ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ കറങ്ങിയിട്ടുണ്ടാവും? ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ഡി തീറ്റ ബൈ ഡി ടി വെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0. ഈ ഡെൽറ്റ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുക ഫൈനൈറ്റ് ചേഞ്ചസിനാണ്. വളരെ ചെറിയ ചേഞ്ച് ആണെങ്കിൽ യു വിൽ ഓൾവേസ് യൂസ് ഡി ടി.
എന്താണ് ഡെൽറ്റയും ഡി ടിയും തമ്മിലുള്ള വ്യത്യാസം? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ചേഞ്ച് ആണ്, ഡി ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചേഞ്ച്. സോ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്തായിട്ട് മാറും? ഡി തീറ്റ ബൈ ഡി ടി ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു ദാറ്റ് ബിക്കംസ് ഡി എക്സ് ബൈ ഡി ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു 1/r ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി. So I can write a relation omega is equal to v by r, or v is equal to r omega. V is equal to r omega. V is equal to r omega. അതായത് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ആണ്, കറങ്ങുന്ന പാത്തിന്റെ റേഡിയസ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഫാൻ കറങ്ങുകയാണെന്ന് വിചാരിക്കുക. ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് ഫാനിന്റെ ലീഫുകളാണ്. ഓക്കെ, ഒരു ഫാൻ കറങ്ങുകയാണ്. ഇങ്ങനെയാണ് ഫാൻ കറങ്ങുന്നതെന്ന് വിചാരിക്കും. ഇപ്പൊ ഫാനിലുള്ള ഈ ലീഫിന്റെ ഈ അറ്റത്തുള്ള ഒരു പാർട്ടിക്കിൾ എടുത്തു എന്ന് കരുതുക. ഈ പാർട്ടിക്കിളിന്റെ മോഷൻ ഈ ഒരു പോയിന്റിൽ ഇങ്ങോട്ടായിരിക്കും. ലീഫിൽ ഇവിടെയുള്ള ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോഷൻ ഇങ്ങോട്ടായിരിക്കും. ഇവിടെയുള്ള ഒരു പാർട്ടിക്കിൾ എടുത്ത് അതിന്റെ മോഷൻ ഇങ്ങോട്ടായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യാണ്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യാണ്. മൂന്ന് ലീഫിന്റെ എൻഡിലുള്ള പാർട്ടിക്കിളിന്റെ മോഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ വെലോസിറ്റീസ് ആണ് ലീനിയർ വെലോസിറ്റീസ്. ആ ആരോ ഇട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ലീനിയർ വെലോസിറ്റീസ്. ഓക്കെ, നൗ ഇഫ് യു കൺസിഡർ particles at the middle of the leaf, the length of the arrow will be only half. എന്താ കാരണം? ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത് എൻഡിലുള്ള പാർട്ടിക്കിളിന്റെ ലീനിയർ സ്പീഡിന്റെ പകുതി ഉണ്ടാവും. എന്താ കാരണം? v is equal to എന്താ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ? v is equal to r omega. V equal to r omega. Since fan is a rigid body, അതിന്റെ ഷേപ്പ് മാറാൻ പാടില്ല. ഷേപ്പ് ഷുഡ് ബി ഇൻവേരിയന്റ്. മാറാൻ പാടില്ല, ഇൻവേരിയന്റ്. അങ്ങനെ മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഒരു റൗണ്ട് കറങ്ങി എത്തുന്ന സമയത്ത് തന്നെ ഈ പാർട്ടിക്കിൾ ഒരു റൗണ്ട് കറങ്ങി എത്തണം. ആ സമയത്ത് തന്നെ ഇതും ഈ ഔട്ടറിലുള്ള 3 പാർട്ടിക്കിൾ എടുത്ത 3 പേര് ഒരു റൗണ്ട് കറങ്ങാൻ എടുക്കുന്ന സമയം സെയിം ആയിരിക്കണം. ഇല്ലെങ്കിൽ അവർക്കിടയ്ക്കുള്ള ദൂരം മാറുന്ന പറഞ്ഞാൽ ഫാനിന്റെ ലീഫിന്റെ ഷേപ്പ് മാറുന്നതാണ്. സോ ഓൾ പാർട്ടിക്കിൾ ഷുഡ് കംപ്ലീറ്റ് വൺ സർക്കിൾ ഇൻ ദ സെയിം ടൈം. എല്ലാവരും ഒരേ സമയത്ത് വേണം ഒരു സർക്കിൾ കറങ്ങാൻ. സോ ഒരു സർക്കിൾ കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എത്രയാണ്? ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയനിലെ ആംഗിൾ എത്രയാണ്? ഡിഗ്രിയിൽ ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെങ്കിൽ റേഡിയനിൽ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2π ആണ്. റേഡിയനിൽ ഒരു സർക്കിൾ എന്ന് പറയുന്നത് 2π ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിഗ്രിയിൽ 360 ആണ്. പൈ റേഡിയൻ 180 ഡിഗ്രി ആണ്. സോ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ഡിവൈഡഡ് ബൈ കറങ്ങാൻ എടുക്കുന്ന സമയം t ആണെന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു എന്തെഴുതാം? ഒരു സർക്കിൾ കറങ്ങാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരിയഡ്. ഒരു സർക്കിൾ കറങ്ങാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരിയഡ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? 2π/t. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. 1/t എന്ത് വിളിക്കാം? വേണമെങ്കിൽ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഓക്കെ, 1/t ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഫ്രീക്വൻസി. സോ ഒമേഗ ഈക്വൽ ടു എന്തെഴുതാം? 2πf.
ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ ടി എല്ലാവർക്കും ഒരേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എന്തായിരിക്കും? സെയിം ഫോർ ഓൾ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഒമേഗ ഈസ് സെയിം ഫോർ ഓൾ പാർട്ടിക്കിൾസ്. ഒമേഗ സെയിം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വി ഈക്വൽ ടു ആർ ഒമേഗയിൽ ഒമേഗ സെയിം ആണ്. പിന്നെ ഉള്ളത് ആറാണ്, ദൂരം, ആക്സിസിൽ നിന്നുള്ള ദൂരം. ഇവിടെ ഈ ദൂരം r/2 ആണ്, ഇവിടെ ഇങ്ങോട്ടുള്ള ദൂരം ആറാണ്. ഏറ്റവും എൻഡിലുള്ള പാർട്ടിക്കിളിലേക്കുള്ള ദൂരം ആറാണെങ്കിൽ ഇവിടെ മിഡിലുള്ള പാർട്ടിക്കിളിലേക്കുള്ള ദൂരം r/2 ആണ്. സോ ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ലീനിയർ വെലോസിറ്റിക്ക് മാറ്റം വരും. ഒമേഗ സെയിം ആണ്, ഒമേഗ സെയിം ആണ്. അപ്പൊ എൻഡിലുള്ള ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ പകുതി ഉണ്ടാവുള്ളൂ മിഡിലുള്ള ഈ പാർട്ടിക്കിൾ. അപ്പോൾ ആക്സിസിലുള്ള ഒരു പാർട്ടിക്കിളിനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആക്സിസിലുള്ള പാർട്ടിക്കിൾ അത് ഏകദേശം സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങളൊരു ഫാൻ കറങ്ങുന്ന സമയത്ത് വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം, ഫാൻ കറങ്ങുന്ന സമയത്ത് ഫാനിന്റെ ലീഫിന്റെ ഏറ്റവും എൻഡിലുള്ള പാർട്ടിക്കിളിനാണ് ഏറ്റവും ലീനിയർ സ്പീഡ് കൂടുതലുണ്ടാവുക. ഞാൻ പറയുന്നത് ലീനിയർ സ്പീഡാണ്. ആംഗുലാർ സ്പീഡ് എല്ലാവർക്കും സെയിം ആണ്. എല്ലാവരും ഒരേ സമയത്താണ് ഒരു റൗണ്ട് കറങ്ങിയെത്തുക. എല്ലാ പാർട്ടിക്കിളും, ഫാനിലുള്ള എല്ലാ പാർട്ടിക്കിളിനും ആംഗുലാർ സ്പീഡ് സെയിം ആയിരിക്കും. പക്ഷെ ലീനിയർ സ്പീഡ് ഈ ലീഫിന്റെ ഏറ്റവും എൻഡിലുള്ളവർക്ക് ലീനിയർ സ്പീഡ് ഏറ്റവും മാക്സിമം ആയിരിക്കും, മിഡിലുള്ളവർക്ക് ലീനിയർ സ്പീഡ് അതിന്റെ പകുതി ആയിരിക്കും, ഏറ്റവും ആക്സിസിലുള്ളവർക്ക് ലീനിയർ സ്പീഡ് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ അതാണ് v ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷന്റെ മീനിങ്. ലീനിയർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ is equal to r omega, where r is the radius in which the particle moves, omega is the angular velocity. Clear ആണോ? Okay, now angular velocity omega is equal to v by r. v is linear velocity. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻ. പക്ഷെ ഇതിനകത്തുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this is a scalar equation. Above 1 is a scalar equation. What is the vector? What is the vector equivalent? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ എന്താണ്? What is the corresponding vector equation? അതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ഹാവ് എ റിജിഡ് ബോഡി, suppose you have a rigid body of arbitrary shape, you have an axis, ഒരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ആ ബോഡി കറങ്ങുന്നതെന്ന് വിചാരിക്കുക, ആക്സിസിന് ചുറ്റും. ഈ ഒരു ആക്സിസ് ഇത് അനക്കാതെ വെച്ചിട്ട് ഈ ബോഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. And if you consider a particle here, if you consider a particle here p, its motion will be in a circle. Its motion will be in a circle. ഈ പാർട്ടിക്കിളിലേക്കുള്ള ആക്സിസിൽ നിന്നുള്ള ഈ ദൂരത്തിനെ ഞാൻ ആർ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കുന്നു എന്ന് കരുതുക. ആർ ഇട്ടിട്ട് അടിയിൽ ഇങ്ങനെ ഇട്ട് അത് പെർപെൻഡിക്കുലർ എന്നാണ് വായിക്കുക കേട്ടോ, ആർ പെർപെൻഡിക്കുലർ. ഇവിടെ ഒരു ഒറിജിൻ കൺസിഡർ ചെയ്തിട്ട് ഒറിജിനിൽ നിന്നുള്ള ദൂരം ആർ എന്നും വിളിക്കുന്നു എന്ന് കരുതുക. ഒറിജിനിൽ നിന്നുള്ള ദൂരം ഇതാണ് ഒറിജിൻ, ഒറിജിനിൽ നിന്നുള്ള ദൂരം ആറ്, ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ആർ പെർപെൻഡിക്കുലർ. ഈ ആംഗിള് തീറ്റയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, ആർ പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസ് ആർ ആണ്, ഇത് ആർ പെർപെൻഡിക്കുലർ ആണ്. സോ ആർ പെർപെൻഡിക്കുലർ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഈ പാർട്ടിക്കിളിന് ഈ പോയിന്റിലുള്ള വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെയാണ് വരിക, ടാൻജൻഷ്യലായിട്ട് ഉള്ളിലേക്കാണ് വരിക, മുകളിലേക്കല്ല വരിക, ഉള്ളിലേക്കാണ് വരിക. ഉള്ളിലേക്ക് എന്നുള്ളത് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻറ്റു ഇടുകയാണ്. ഇവിടെ ഔട്ട്വേർഡ് ആണ് വരിക, അതിനൊരു കുത്തിടുകയാണ്. ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ടു ദ പ്ലെയിൻ, ഇൻ ടു ദ പ്ലെയിൻ.
ഇങ്ങനെ കുത്തിട്ടിട്ട് വട്ടമിട്ടാൽ എന്താണ്? ഔട്ട് ഓഫ് പ്ലെയിൻ. ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇത് ഉള്ളിലേക്കാണ് പോകുന്നത്, ഇവിടെ എത്തുമ്പോൾ ഇത് പുറത്തേക്കാണ് വരുന്നത് പാർട്ടിക്കിൾ. ആ പറഞ്ഞത് ക്ലിയർ ആണോ? ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുക എന്ന് പറഞ്ഞാൽ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഉള്ളിലേക്ക് പോകും, ഇവിടെ എത്തുമ്പോൾ പുറത്തേക്ക് വരും. ഇങ്ങനെ ആയിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. എനിക്ക് വേണ്ടത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ v vector and omega vector and r vector. Okay. Angular velocity is an axial vector. എന്ന് പറഞ്ഞാൽ എന്താടോ? its direction is given by right hand thumb rule. എന്ത് ചെയ്യുക? നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഈ കറങ്ങുന്ന ഡയറക്ഷനിൽ തിരിക്കുക, വലത്തെ കൈ കറങ്ങുന്ന ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. തമ്പ് എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ആക്സിസിനെ നിങ്ങൾ വലത്തെ കയ്യിൽ ഹോൾഡ് ചെയ്യുക, ഈ ആക്സിസിനെ നിങ്ങൾ വലത്തെ കയ്യിൽ പിടിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വലത്തെ കയ്യിൽ ചുരുട്ടി പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ തമ്പ് നിൽക്കുന്നത് എവിടേക്കായിരിക്കും? ഈ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ആണോ? തമ്പ് നിൽക്കുന്നത് എവിടേക്കായിരിക്കും? അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. സോ ഹോൾഡ് the axis of rotation in right hand such that fingers points in the direction of rotation. ഫിംഗേഴ്സ് എവിടേക്ക് പോയിന്റ് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യണം. ഫിംഗേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ പോയിന്റ് ചെയ്തക്ക രീതിയിൽ നിങ്ങൾ ആക്സിസിനെ പിടിച്ചു കഴിഞ്ഞാൽ then thumb will give direction of omega. സോ ഈ ഒരു ഇതിൽ ഒമേഗ എവിടേക്കാണ്? ഈ ഒരു ഫിഗറിൽ ഒമേഗ എവിടേക്കാണ്? അപ്വേർഡ്. ആണോ? നിങ്ങൾ വലത്തേക്കൈ തിരിച്ചു കഴിഞ്ഞാൽ ഒമേഗ അപ്വേർഡ്. നിങ്ങൾ ഫാൻ കറങ്ങുന്നു, നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ ഫാൻ ഉണ്ട്, ഫാൻ കറങ്ങുന്ന മുകളിലേക്ക് നോക്കിയാൽ അറിയാം. ഫാൻ കറങ്ങുന്ന ഡയറക്ഷനിൽ വലത്തേക്കൈ തിരിച്ചു കഴിഞ്ഞാൽ, ഫിംഗേഴ്സ് ഫാൻ കറങ്ങുന്ന ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ തമ്പ് ഡൗൺവേർഡ് ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. തമ്പ് ഡൗൺവേർഡ് ആയിരിക്കും. സീലിംഗ് ഫാൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സീലിംഗ് ഫാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കറങ്ങുന്ന ഡയറക്ഷനിൽ വലത്തേക്കായി തിരിച്ചാൽ നിങ്ങളുടെ തമ്പ് ഡൗൺവേർഡ് ആയിരിക്കും നിൽക്കുക. എല്ലാവരും നോക്കി നോക്കുക. ഫാൻ ഉള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കുക. ഇപ്പോൾ ഫാനിൻ്റെ കീഴിലാണ് ഇരിക്കുന്നതെങ്കിൽ. ആണോ? അതായത് ഈ കേസ് നോക്കുക. ഈ കേസിലാണെങ്കിൽ ഫാനിൻ്റെ ഈ വരച്ചിരിക്കുന്ന ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഒമേഗ എവിടേക്കായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഫാനുകളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല കറങ്ങുക. നിങ്ങളുടെ വീട്ടിലെ ഫാനുകളൊക്കെ തിരിഞ്ഞാ കറങ്ങുക. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലത്തെ ഫാനൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫാനെല്ലാം എങ്ങോട്ടാ തിരിയുന്നതെന്ന്? ഹലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാൻ തിരിയുന്ന ഡയറക്ഷനിൽ വലത്തേക്കേ തിരിക്കുക, തമ്പ് പോയിന്റ് ചെയ്യുന്നത് നിങ്ങളുടെ നേർക്കായിരിക്കും. ആ രീതിയിലാണ് ഫാനിൻ്റെ റൊട്ടേഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ സീലിംഗ് ഫാനോ ടേബിൾ ഫാനോ ഏത് ഫാൻ ആയാലും ഒന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് കറങ്ങുമ്പോൾ ഒമേഗയുടെ ഡയറക്ഷൻ. സോ ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ ഒമേഗ ഈസ് പോയിന്റിങ് അപ്വേർഡ് ഇൻ ദ ഫിഗർ. ഏത് ഫിഗറിലാണ്? ഈ ഫിഗറിൽ കേട്ടോ. ആർ ഇങ്ങോട്ടാണ്. അപ്പോൾ വെലോസിറ്റി ഉള്ളിലേക്ക് കിട്ടണമെങ്കിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കണം എഴുതേണ്ട വരിക? വെലോസിറ്റി ഈസ് into the plane of board
ഇത് രണ്ടും മാച്ച് ആവണമെങ്കിൽ വി ഷുഡ് ബി ഒമേഗ ക്രോസ് ആർ. വി ഷുഡ് ബി ഒമേഗ ക്രോസ് ആർ. വി ഒമേഗ ക്രോസ് ആർ ആണെങ്കിൽ ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ക്രോസ് ബി എന്താ നമ്മൾ പഠിച്ചതാണ്. എ ക്രോസ് ബി മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്, വേർ എൻ ക്യാപ് ഈസ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആവാന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷൻ വരാം. സപ്പോസ് ഇങ്ങോട്ടാണ് എ എന്ന് വിചാരിക്കുക, ഇങ്ങോട്ടാണ് ബി എന്ന് വിചാരിക്കുക. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷൻ വരാം. ഒന്നുകിൽ ബോർഡിന്റെ ഉള്ളിലേക്ക് വരാം, ഇൻ ടു ദ പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആവാം. ഇത് രണ്ടും എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? എയും ബിയും ബോർഡിന്റെ പ്ലെയിനിലാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബോർഡിന്റെ ഉള്ളിലേക്ക് ഒരു വെക്ടർ, അല്ലെങ്കിൽ ബോർഡിന്റെ പുറത്തേക്ക് ഒരു വെക്ടർ. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിൽ ഏതായിരിക്കും ഉള്ളിലേക്കുള്ളത്? എ ക്രോസ് ബി ആണോ ബി ക്രോസ് എ ആണോ? ഉള്ളിലേക്കുള്ളത് ഏതായിരിക്കും? ഒന്നാമത്തെ വെക്ടറിൽ നിന്ന് രണ്ടാമത്തെ വെക്ടറിലേക്ക് വലത്തേക്കായി തിരിക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് വലത്തേക്കായി തിരിക്കുക. തമ്പ് എവിടേക്കാണ് നിൽക്കുന്നത് നോക്കുക. തമ്പ് എവിടേക്കായിരിക്കും നിൽക്കുക? എയിൽ നിന്ന് ബിയിലേക്ക് വലത്തേക്കായി തിരിച്ചാൽ തമ്പ് എവിടേക്കാണ് നിൽക്കുന്നത്? ഇൻ ടു ദ പ്ലെയിൻ ആണോ ഔട്ട് ഓഫ് പ്ലെയിൻ ആണോ? തമ്പ് നിങ്ങളുടെ നേർക്കാണോ നിങ്ങളിൽ നിന്ന് അകലേക്കാണോ നിൽക്കുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് വലത്തേക്കായി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹലോ, വലത്തെ കൈയുടെ തമ്പ് ബാക്കിയുള്ള ഫിംഗേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. വലത്തെ കൈയുടെ തമ്പ് ബാക്കിയുള്ള ഫിംഗറിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് കൈ തിരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഫിംഗേഴ്സ് റൊട്ടേറ്റ് ചെയ്യുക. ചെയ്തോ? നിങ്ങൾക്ക് എന്നെ കാണാമോ? ഇങ്ങനെ കൈ പിടിക്കുക. ഓക്കെ. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ തിരിക്കുക. അപ്പൊ തമ്പ് ഒന്നുകിടെ നിങ്ങളുടെ നേർക്ക് നിൽക്കും, അല്ലെ തമ്പ് ഓപ്പോസിറ്റ് ബോർഡിന്റെ നേർക്ക് നിൽക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ സംഭവിക്കുള്ളൂ. ഒന്നുകിൽ എയിൽ നിന്ന് ബിയിലേക്ക് വലത്തേക്ക് തിരിക്കുമ്പോൾ തമ്പ് നിങ്ങളുടെ നേർക്കായിരിക്കും, അല്ലെങ്കിൽ തിരിഞ്ഞു വരും. ക്ലിയർ? ഇതിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് വലത്തേക്ക് തിരിക്കുക. തമ്പ് നിൽക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും എ ക്രോസ് ബിയുടെ. അത് എങ്ങോട്ടാണ് നിൽക്കുക എന്നാണ് എൻ്റെ ചോദ്യം. ബോർഡിന്റെ പുറത്തേക്കാണോ ബോർഡിന്റെ ഉള്ളിലേക്കാണോ? എയിൽ നിന്ന് ബിയിലേക്ക് വലത്തേക്ക് തിരിച്ചാൽ ഹലോ, പുറത്തേക്ക്. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ പുറത്തേക്കായിരിക്കും. സോ ദിസ് വിൽ ഗീവ് യു ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി, ഈ ഔട്ട്വേർഡ്. ബിയിൽ നിന്ന് എയിലേക്ക് വലത്തേക്ക് തിരിച്ചാലോ? ബിയിൽ നിന്ന് എയിലേക്ക് വലത്തേക്ക് തിരിച്ചാലോ? ഉള്ളിലേക്ക് അല്ലേ? സോ ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഒന്നാമത്തെ വെക്ടറിൽ നിന്ന് രണ്ടാമത്തെ വെക്ടറിലേക്ക് വലത്തേക്ക് തിരിക്കുക. തമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ. ഞാൻ ഇപ്പോൾ വരച്ച എയും ബിയും അനുസരിച്ച് എ ക്രോസ് ബി എന്ന് പറയുന്നത് പുറത്തേക്കും ബി ക്രോസ് എ എന്ന് പറയുന്നത് ഉള്ളിലേക്കും ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ ഫിഗറിൽ വാട്ട് ഈസ് ഒമേഗ ക്രോസ് ആർ? വാട്ട് ഈസ് ഒമേഗ ക്രോസ് ആർ? ഒമേഗ മുകളിലേക്ക് ആർ ഇങ്ങോട്ട്, ഒമേഗ മുകളിലേക്ക് 6 ഇങ്ങോട്ട്. എങ്ങോട്ടായിരിക്കും ഒമേഗ ക്രോസ് ആറിന്റെ ഡയറക്ഷൻ? ഈ പോയിന്റിൽ ഒന്നാമത്തെ വെക്ടറിൽ നിന്ന് രണ്ടാമത്തെ വെക്ടറിലേക്ക് വലത്തേക്ക് തിരിക്കുക. എവിടേക്കായിരിക്കും വരിക? ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. കറക്റ്റ്? ഇത് ഒന്നാമത്തെ വെക്ടർ, ഇത് രണ്ടാമത്തെ വെക്ടർ. ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വലത്തേക്ക് തിരിക്കുക. അപ്പൊ തമ്പ് എവിടേക്കായിരിക്കും നിൽക്കുക? ഹലോ, തമ്പ് എവിടേക്കാ പോയിന്റ് ചെയ്യുക? ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ, അപ്വേർഡ്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആർ. ഇവിടെ വേണം മാറ്റി വരച്ചിടാം. ദിസ് ഈസ് ഒമേഗ, ദിസ് ഈസ് ആർ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ ക്രോസ് ആർ?
ഹലോ, ഇൻ ടു ദ പ്ലെയിൻ അല്ലേ? അതേസമയം ഈ സ്ഥലത്താണല്ലോ, ഈ സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് ആർ ഇങ്ങോട്ടാ വരിക, ആർ ഇങ്ങോട്ടാ വരിക. അപ്പോൾ ഒമേഗ ആറ് ഈ ഡയറക്ഷനിലാണ് എടുക്കുന്നതെങ്കിൽ ഒമേഗ ക്രോസ് ആർ എങ്ങോട്ട് വരും? പുറത്തേക്ക് വരും. സോ ഇവിടെ ഉള്ളിലേക്ക് ഇവിടെ പുറത്തേക്ക് വിയുടെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ വിയും ഒമേഗയും തമ്മിലുള്ള വെക്ടർ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കണം? വിയും ഒമേഗയും തമ്മിലുള്ള വെക്ടർ എക്സ്പ്രഷൻ എന്തായിരിക്കണം? വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ആർ ക്രോസ് ഒമേഗ അല്ല, വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഒമേഗ മോഡുലസ് ആർ മോഡുലസ് ഇൻറ്റു സൈൻ തീറ്റ. സോ ദിസ് ഈസ് ഒമേഗ ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ എന്താ? തൊട്ട് മുന്നേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആർ സൈൻ തീറ്റ ആർ പെർപെൻഡിക്കുലർ ആണ്. സോ ഇറ്റ് ഈസ് ഒമേഗ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. ഒമേഗ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ, അതായത് ഒമേഗ ഇൻറ്റു ഈ ദൂരം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലീനിയർ വെലോസിറ്റി കിട്ടും. ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഓഫ് ദ സർക്കിൾ വിൽ ഗീവ് യു ലീനിയർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് അല്ല, ഈ ആർ എന്ന് പറയുന്നത് ഒറിജിൻ എന്നുള്ള ദൂരമാണ്. സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ പെർപെൻഡിക്കുലർ ആണ്. സോ ഒമേഗ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ആണ് ഇവിടുത്തെ ലീനിയർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഒമേഗ ക്രോസ് ആർ ചെയ്താൽ മതി. ഒമേഗ ക്രോസ് ആർ ചെയ്താൽ മതി. ഓക്കെ, സോ ആംഗുലാർ വെലോസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്നുള്ളതാണ്. അതിന്റെ സ്കാലാർ ഇക്വേഷൻ ആണ് വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ.